മലപ്പുറം കാളികാവ് ജനവാസ മേഖലയിൽ കാട്ടുപന്നിയുടെ ജഡം പകുതി ഭക്ഷിച്ച നിലയിലാണ് പന്നിയുടെ ജഡം കണ്ടെത്തിയത്. പ്രദേശത്ത് അജ്ഞാത ജീവി ഓടിപ്പോകുന്നത് കണ്ടതായി പ്രദേശവാസികൾ പറയുന്നു. സ്ഥലത്ത് വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പന്നീനെ മുക്കാൽ ഭാഗവും ഭക്ഷിച്ച നിലയ്ക്കാണ് കാണുന്നത്. അതുപോലെ കടുവേൻ്റെ തോന്നിക്കുന്ന കാൽപ്പാടും അവിടെ കാണുന്നുണ്ട്. നമ്മൾ ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരു താത്ത ദൂരെ നിന്ന് ഇങ്ങനെ ഒരു രൂപം കണ്ടു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മേലക്കാളിയിലുള്ള ബദറിൻ്റെ ഉമ്മ നല്ല ഒരു സൗണ്ട് കേട്ടിരുന്നു, കടുവയുടെ ആ സൗണ്ട് പോലെ ഒരു സൗണ്ട് കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ടാപ്പിങ്ങിന് പോണ ആളുകൾ സൗണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അതിനൊരു പരിഹാരം എന്തായാലും കാണണം. ഇത് ജനവാസ മേഖലയാണ്, നമ്മളെ വീടുകളും ആളുകളൊക്കെ ഉള്ള താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനെന്തായാലും ക്യാമറയും വെക്കണം, കൂടും വെക്കണം നിർബന്ധമായിട്ടും. ജംഷീർ കൊടിഞ്ഞ് വിശദാംശങ്ങൾ നൽകും. ജംഷീർ, കടുവ തന്നെയാണെന്നാണോ സംശയം? വനംവകുപ്പ് എന്തെല്ലാം നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്? സൈഫു, കടുവയാണെന്നുള്ള ഒരു സംശയമാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഇതൊരു ജനവാസ മേഖലയാണ്. മേലെ കാളിക്കാവിലെ പ്രധാന കുളിക്കടവിന് സമീപം ഉള്ളാട്ടിൽ എസ്റ്റേറ്റിന് സമീപത്തെ ഒരു കഴുങ്ങിൻ തോട്ടത്തിലാണ് ഇത്തരത്തിൽ പാതി ഭക്ഷിച്ച നിലയിൽ ഒരു കാട്ടുപന്നിയുടെ ജഡം കണ്ടത്. എന്നാൽ ഇവിടെ നിന്ന് ഒരു ജീവി, അജ്ഞാത ജീവി ഓടിപ്പോകുന്നതായി പ്രദേശവാസികൾ കണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഒരു കാൽപ്പാട് കണ്ടെത്തിയെങ്കിലും അതൊരു വ്യക്തതയില്ല, അത് കടുവയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ധാരാളം ആളുകൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. നിരവധി വീടുകൾ ഉള്ള, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളേറെ ഭീതിയിലായിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് കൂട് സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ വനം വകുപ്പ് ഇവിടെ എത്തി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ജീവി ഏതാണെന്ന് അറിയാൻ വേണ്ടി. നേരത്തെ കടുവയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട റാവുത്തൻ കാടിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രമാണ് ഈ പ്രദേശത്തേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കടുവയാകും എന്നുള്ളൊരു ആശങ്കയിലാണ് പ്രദേശവാസികൾ ഉള്ളത്. ഏതായാലും വനം വകുപ്പ് ഇതിനകത്ത് ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. സേഫ്. ശരി ജംഷീർ.